PSC ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കും വരുന്ന ദിവസങ്ങളിൽ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഗുണകരമായ രീതിയിൽ ഞങ്ങളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഈ അടുത്ത കാലത്ത് നടത്തിയ പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ ജില്ലയിൽ നടത്തിയ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പരീക്ഷ എഴുതിയവർക്ക് അത് ഒത്തുനോക്കാനും ഭാവിയിൽ എഴുതുന്നവർക്ക് അതിൻ്റെ വന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കാനും അത് ഗുണകരമായിരിക്കും. നമുക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ഡയറക്റ്റ് ഉത്തരം പറഞ്ഞു പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. അത് ഒന്നാമത്തെ ചോദ്യമായി ചോദിച്ചിരിക്കുന്നത്, താഴെ പറയുന്നവയിൽ പോർട്ടൽ സിറ്റിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ബി ആണ്. പ്രസ്താവന 2, 4 ശരി. ക്വസ്റ്റ്യൻ നമ്പർ 2, കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്. ഉത്തരം നിലമ്പൂർ. തേർഡ് ക്വസ്റ്റ്യൻ, ഏത് രോഗത്തിൻ്റെ വ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഉത്തരം എ, എംപോക്സ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ഉത്തരം ബി, ആസാം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം? ഉത്തരം സി, നാഗാലാൻഡ്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര്? ഉത്തരം എ, KARSAP. ക്വസ്റ്റ്യൻ നമ്പർ 7, സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? ഉത്തരം സി, പ്ലാസ്മോഡെസ്മാറ്റ. 8th വൺ, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏത്? ഉത്തരം ബി, നെഗ്ലേറിയ ഫൈലേറി. 9, ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്? ഉത്തരം സി, അമൃതം. 10th വൺ, ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം? ഉത്തരം ബി, പ്ലൂറ. 2023 രസതന്ത്ര നൊബേൽ സമ്മാനം? ഉത്തരം ബി, 3 പേർക്ക് ലഭിച്ചു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഉത്തരം ബി, കരൾ. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? ഉത്തരം ബി, മലമ്പനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ? ഉത്തരം സി, ഹൈബ്രിനോജൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം സി, EEG. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപമാണ്? ഉത്തരം എ, രാസോർജം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി? ഉത്തരം സി, 20 ഹെർട്സ് ടു 20,000 ഹെർട്സിനും ഇടയിലാണ്. 18th വൺ, എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറു കണകൾ കൊണ്ടാണ്. നിങ്ങൾ ഉത്തരം പ്രസ്താവന രൂപത്തിലുള്ളതാണ്, അത് വായിക്കുന്നില്ല. ഇതിൻ്റെ ഉത്തരം സി ആണ്. എല്ലാം ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. 19ാമത് അതുപോലെ തന്നെ പ്രസ്താവന രൂപമാണ്. എല്ലാ ധാതുക്കളും അയിരാണ്. എല്ലാ അയിരും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. മുകളിലെ പ്രസ്താവനകളിൽ 19 ഉത്തരം എ ആണ്. 2 മാത്രം ശരി. എല്ലാ അയിരും ധാതുക്കളാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം ഏത്? ഉത്തരം എ, ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ചേരുംപടി ചേർക്കുക. 21 വരാഹമിഹിരൻ, കാളിദാസൻ, വിശാഖദത്തൻ, ശൂദ്രകൻ. അത് ഉത്തരം 21 ഉത്തരം ബി വരുന്ന സെറ്റിലെ ഉത്തരമാണ്. അത് നോക്കുക. ഉത്തരം ബി ആണ്. നെക്സ്റ്റ് വൺ, 22nd, കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം?
ഉത്തരം എ PSLV C-57. 23. സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ പിതാവ്, സോഷ്യോളജിയുടെ പിതാവ് അഗസ്റ്റസ് കോംറ്റെ. ഉത്തരം ഡി ആണ് 23. ഉത്തരം 4. ക്വസ്റ്റ്യൻ നമ്പർ 24. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? 24. ഉത്തരം ബി തെക്കേ അമേരിക്ക. 25. മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം. 25. ഉത്തരം സി ആണ് മണ്ണ് ദിനം. 26. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഡി 1988. 27. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന? ഉത്തരം 1 IUCN. 28. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഉത്തരം ബി സൗദി അറേബ്യ. രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര്? ഉത്തരം സി ZIG. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുക്കുന്നവയിൽ നിന്നും കറിയുപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുക്കുക. ഉത്തരം ബി സോഡിയം ക്ലോറൈഡ്. 31. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ്. അപ്പോൾ ചോദ്യം ഇവിടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. 31 ഉത്തരം ഡി ആണ്, എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. അടുത്തത് 32. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 32 ഉത്തരം സി ആണ്. 2, 4 മാത്രം ശരി. 2 ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് നാഗാർജുന സാഗർ. 2ഉം 4ഉം ശരിയാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ. അടുത്തത് 33 ക്വസ്റ്റ്യൻ. പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്ററാണ്? ഇവിടെ ഉത്തരം തന്നതിൽ ഓപ്ഷനിൽ ഉത്തരമില്ല. അതുകൊണ്ട് തന്നെ ഉത്തരം 244 കിലോമീറ്ററാണ്. ആ ക്വസ്റ്റ്യൻ മിക്കവാറും അത് ഒഴിവാക്കാനാണ് സാധ്യത. നെക്സ്റ്റ് 34. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം 34 ഉത്തരം സി ആണ്. 1ഉം 3 മാത്രമേ ലോകസഭയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഉള്ളൂ. ഉത്തരം സി. 35 ക്വസ്റ്റ്യൻ. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 35 ഉത്തരം ബി 2ഉം 2, 3. അതായത് ഉത്തരം ബി ആണ്. 1ഉം 3ഉമാണ് സ്റ്റേറ്റ്മെൻറ്റ് ബന്ധപ്പെട്ട പ്രസ്താവന. ഉത്തരം ബി. 35 ഉത്തരം ആൻസർ ബി. 36. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം? ഉത്തരം ഡി പോർച്ചുഗൽ. 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? 37 ഉത്തരം സി ക്ലോഡിയ ഗോൾഡിൻ. 38. ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. 38 ഉത്തരം ബി ആണ്. 1, 2, 3 ഉത്തരം ബി. നെക്സ്റ്റ് 1. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല എന്ന ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിറ്റാമിൻ എ. ഉത്തരം എ. 40. കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ഉത്തരം ഡി കുരുമുളക്. 41. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 41 ഉത്തരം 30%. ഉത്തരം സി. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? 42 ബി ഉത്തരം വയനാട്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം ബി ആലപ്പുഴ. F. ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ?
ഉത്തരം ബി ശാസ്താംകോട്ട. 45 താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. അത് പ്രസ്താവനയാണ്, രൂപത്തിലുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരം 45 എന്നതിൻ്റെ ഉത്തരം സി ആണ്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഉത്തരം സി. നോക്കുക 46. 53-ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. ഉത്തരം ബി മമ്മൂട്ടി. 47 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ. ഉത്തരം ബി ഓസ്ട്രേലിയ. 48 കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം എ 1 എ പത്തനംതിട്ട. 49 കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം. 49 ഉത്തരം സി 2018. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആര്? 50 ഉത്തരം സി സുമതി. ചെമ്മണ്ണിന് ഇരുമ്പ് നിറം നൽകുന്നത്. ഉത്തരം എ ഇരുമ്പ്. ഇന്ദ്രാവതി എന്ന നദിയുടെ പോഷക നദിയാണ്. 52 ഉത്തരം സി ഗോദാവരി. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം. 53 ഉത്തരം എ 2003. ലോക രാജ്യങ്ങളിൽ 7-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇതിൻ്റെ വിസ്തൃതി എത്രയാണ്? 54 ഉത്തരം ബി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 55 ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി. 55 ഡി ഇന്ദിരാഗാന്ധി. 56 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. 56 ഉത്തരം സി ഗഗൻയാൻ. 57 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സി ഓപ്പറേഷൻ സഫേദ് സാഗർ. 58 2024 പാരീസ് ഒളിമ്പിക് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിലെ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത. 58 ഉത്തരം എ മനു ബാക്കർ. 59 ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? 59 സി കൊൽക്കത്ത. 60 ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. സി കാരക്കോറം. ഉത്തരം സി കാരക്കോറം. 61 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. 61 ഉത്തരം ബി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. 62 ഉത്തരം ബി നിയമനിർമ്മാണ സഭയിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 63 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 63 ഉത്തരം 1 3 ഉത്തരം എ ആണ്. 1 3 ആണ് ഉത്തരം. ഉത്തരം എ. 64 സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? ഉത്തരം സി 1 2 3 സൈനിക നടപടി, ലയന കരാർ, അനുരഞ്ജനം. ഉത്തരം സി ആണ്. 65 വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ താഴെ പറഞ്ഞവയിൽ ഏതാണ്? 65 ഉത്തരം ബി 2 4 10+2+3 മാതൃക വിദ്യാഭ്യാസം കൊണ്ടുവന്നു. അതുപോലെ തന്നെ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി. ഉത്തരം ബി ആണ്. 65 ഉത്തരം ബി. 66 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി. 66 ഉത്തരം ഡി ദിവ്യ ദേശ്മുഖ്. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം. 67 ഉത്തരം എ ഇറ്റലി. 68 ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം. 68 ഉത്തരം എ സ്വത്ത് സമ്പാദനത്തിലുള്ള അവകാശം.
69 ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. 69 ആർട്ടിക്കിൾ 24 ഉത്തരം ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17th വൺ. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ഉത്തരം 3 ഉത്തരം സി ആണ്. 70ാമത്തെ ഉത്തരം സി ആണ്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും സമീപിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 71ാമത്തെ ക്വസ്റ്റ്യൻ. രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റായ് എന്ന് വിശേഷിപ്പിച്ചത്. ഉത്തരം എ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. 72 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിൻ്റെ കാരണം. 72 ഉത്തരം ഡി 1, 2, 3 ശരിയാണ്. ഉത്തരം ഡി. അടുത്തത് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം സി പാലക്കാട്. 74 ഇ വി രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. 74 എ വൈക്കം സത്യാഗ്രഹം. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത്. 75 ഉത്തരം സി കോലത്തുനാട്. 76 പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണ്? ഉത്തരം സി വില്യം ബെൻറ്റിക് പ്രഭു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 77 ഉത്തരം ബി 1 മാത്രം ശരി. അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. 78 ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. 78 ഉത്തരം ഡി പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. 79 ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന. ഉത്തരം 79 സി അലിഗഡ് പ്രസ്ഥാനം. 80 രാജാറാം മോഹൻ റായ് തുടക്കം കുറിച്ച പത്രങ്ങൾ. 80 ഉത്തരം ബി 3, 4 ശരി. ഉത്തരം ബി 3, 4 ശരി. 81 ഇനി മാത്സിലേക്ക് പോവുകയാണ്. മാത്സ് സ്റ്റെപ്സ് ഒന്നും ഇവിടെ പറയുന്നില്ല, ഉത്തരം മാത്രം വായിച്ചു പോവുകയാണ്. തുക കാണുക. 81 3 + 6 + 9 + ഡാഷ് = +90. ആൻസർ ഉത്തരം എ 1369. 82 ഉത്തരം എ ആണ്, ഭാര്യയാണ്. 83 ഉത്തരം 83 ഉത്തരം ഡി ആണ്, നൈഫാണ്. 84ൻ്റെ ഉത്തരം എ 12 ആണ്. അതുപോലെ തന്നെ 85ൻ്റെ എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്നവയിൽ എന്തായിരിക്കും ഇരട്ട സംഖ്യ? 85 ഉത്തരം സി എക്സ് + വൈ ആണ്. 86 ഒറ്റയാൻ ആര്? 86ലെ ഉത്തരം ബി 47. ഉത്തരം 87ാമത്തെ ഉത്തരം എ 1000. അടുത്തത് 88ാമത്തെ ഉത്തരം ബി ആണ്, ഉത്തരം എ ആണ്. ഉത്തരം 3 ആണ്. 89ാമത്തെ ഉത്തരം ബി 23. 90ാമത്തെ ഉത്തരം ഡി 2052. അവിടെ ക്ലിയറായി വന്നില്ല, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓപ്ഷൻസ് ഇതാണ്: 2026, 2048, 2031, 2052. ഉത്തരം ഡി ആണ്, 2052 ആണ്. 91 ഉത്തരം എ. 91 ഉത്തരം ഡി 884. 92 ഉത്തരം എ 27. 93 ഉത്തരം എ 8000. 94
ഉത്തരം ബി 48. 95. ഉത്തരം എ 71. 96. ഉത്തരം എ 97. ഉത്തരം ബി 8. 98. ഉത്തരം 98. ഉത്തരം ഇവിടെ കാണിച്ചിട്ടില്ല, തെറ്റായിട്ടാണ്. നോ ആൻസേഴ്സ് ഗിവൺ. അത് ക്വസ്റ്റനെ എക്സംഷൻ ആക്കുകയാണ് ചെയ്യുക. 99. ഉത്തരം ഡി 17/5. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം ബി 1.221. ദാറ്റ്സ് ഓൾ. ഉത്തരസൂചിക ഇവിടെ മുഴുവനായി കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളെ ക്വസ്റ്റ്യൻസ് താരതമ്യം ചെയ്യുക. എല്ലാവർക്കും ഇതോടുകൂടി ഇത് കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിൻ്റെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.